Hello friends, welcome back to my YouTube channel Vinyo PSC. കഴിഞ്ഞ ദിവസം നമ്മൾ വെള്ളച്ചാട്ടം ടോപ്പിക്ക് കേരളത്തിലെ വെള്ളച്ചാട്ടം ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് പുതിയൊരു ടോപ്പിക്കാണ്, അതൊരു ചെറിയ ടോപ്പിക്കാണ്, ഇന്ന് തന്നെ തീർക്കാൻ നോക്കാം. അപ്പം നമുക്ക് പതിവ് പോലെ കഴിഞ്ഞ ദിവസത്തെ ടോപ്പിക് ഒന്ന് നോക്കാം. അപ്പം അതിനു മുന്നേ നിങ്ങൾ തീർച്ചയായിട്ടും ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണുക, ഓഡിയോ കേൾക്കുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങൾ. അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. വാഴച്ചാൽ വെള്ളച്ചാട്ടം തൃശ്ശൂർ ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ പ്രശസ്ത വെള്ളച്ചാട്ടമാണ് ധൂണി. തുഷാരഗിരി, അരിപ്പാറ വെള്ളച്ചാട്ടങ്ങൾ കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതിരപ്പള്ളി വെള്ളച്ചാട്ടം. മീൻമുട്ടി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? വയനാട്. കേരളത്തിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ നോക്കാം. കാളക്കയം തിരുവനന്തപുരം, മങ്കയം തിരുവനന്തപുരം, പാലരുവി കൊല്ലം, പെരുന്തേനരുവി പത്തനംതിട്ട, ആഢ്യൻപാറ മലപ്പുറം, കേരളംകുണ്ട് മലപ്പുറം, കാന്തൻപാറ, സൂചിപ്പാറ, ചെതലയം വയനാട്ടിലാണിത് മൂന്നും, അളകാപുരി കണ്ണൂർ. ഇടുക്കി ജില്ലയിൽ നേര്യമംഗലത്തിനും അടിമാലിക്കും ഇടയിലായി കാണപ്പെടുന്ന വെള്ളച്ചാട്ടം ചീയപാറ. ഇടുക്കി ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ ചീയപാറ, തൊമ്മൻകുത്ത്, കീഴാർകുത്ത്, തേന്മാരിക്കുത്ത്, വാളറ, തൂവാനം. അപ്പം ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ ദിവസത്തെ ടോപ്പിക്ക്. നമ്മളിനി പുതിയൊരു ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്. അടുത്ത നമ്മുടെ ടോപ്പിക്ക് ആദിവാസി വിഭാഗങ്ങൾ എന്നുള്ളതാണ്. കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കുറച്ച് ടോപ്പിക്സ് ഇങ്ങനെ തീർത്ത് വരികയാണ്. നമുക്കൊരു സന്തോഷം ഉണ്ടല്ലേ, നമ്മളത്രയും കവർ ചെയ്തു കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോൾ. അപ്പം കവറും ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു റിവിഷൻ മാതിരിയും പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. നമുക്ക് ഈ ടെക്സ്റ്റ് ഫുൾ തീർക്കണം, പ്രത്യേകിച്ച് GK സെക്ഷൻ ഫുൾ തീർക്കണം. അതിനുശേഷം പിന്നെ മാത്സ് അങ്ങനെ നോക്കാം. അപ്പം ഇത്രയും ടോപ്പിക്സ് കൂടെ നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം നിങ്ങൾക്കുണ്ടല്ലേ. അപ്പം അത് വേണം നമ്മുടെ പുഷാക്കിയെടുത്ത് നമുക്ക് കോൺഫിഡൻസ് തരാൻ, ഇനിയും നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം പുതിയ ടോപ്പിക്ക്. ഇത് കഴിവതും ഇന്നത്തോടെ തന്നെ തീരണം. നമുക്ക് നോക്കാം. ചെറിയൊരു ടോപ്പിക്കാണ്. കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി, ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി, ഇടുക്കി. കേരള ജനസംഖ്യയിൽ 1.28% ആദിവാസികളാണ്. കേരള ജനസംഖ്യയിൽ 1.28% ആദിവാസികളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ളത് വയനാട് ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ളത് വയനാട് ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ളത് വയനാട് ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള രണ്ടാമത്തെ ജില്ല ഇടുക്കിയാണ്.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള രണ്ടാമത്തെ ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് ആദിവാസികൾ കാണപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് ആദിവാസികൾ കാണപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയർ. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് പണിയർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് പണിയർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആദിവാസി വിഭാഗവും പണിയറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആദിവാസി വിഭാഗവും പണിയറാണ്. കേരളത്തിൽ പണിയർ കൂടുതലുള്ളത് വയനാട് ജില്ലയിലാണ്. കേരളത്തിൽ പണിയർ കൂടുതലുള്ളത് വയനാട് ജില്ലയിലാണ്. പണിയരുടെ കുടിലിനെ കുടുംബ് എന്നറിയപ്പെടുന്നു. പണിയരുടെ കുടിലിനെ കുടുംബ് എന്നറിയപ്പെടുന്നു. കേരളത്തിൽ ഏറ്റവും കുറവുള്ള ആദിവാസി വിഭാഗമാണ് മഹാമലസർ. കേരളത്തിൽ ഏറ്റവും കുറവുള്ള ആദിവാസി വിഭാഗമാണ് മഹാമലസർ. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ആദിവാസി വിഭാഗം പണിയർ. അവർ തന്നെയാണ് ഏറ്റവും ദരിദ്രരും. കേരളത്തിൽ അവരുടെ കുടിലിനെ കുടുംബ് എന്നറിയപ്പെടുന്നു. കേരളത്തിൽ ഏറ്റവും കുറവ് ഉള്ള ആദിവാസി വിഭാഗം മഹാമലസർ. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം ചോല നായ്ക്കർ. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം ചോല നായ്ക്കർ. നിലമ്പൂർ കാടുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് ചോല നായ്ക്കർ. നിലമ്പൂർ കാടുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് ചോല നായ്ക്കർ. കാടന്മാർ എന്ന ആദിവാസി വിഭാഗം കാണപ്പെടുന്നത് പറമ്പിക്കുളം ഷോളയാർ പ്രദേശത്താണ്. കാടന്മാർ എന്ന ആദിവാസി വിഭാഗം കാണപ്പെടുന്നത് പറമ്പിക്കുളം ഷോളയാർ പ്രദേശത്താണ്. ഗദ്ദിക എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ആദിവാസികളാണ് അടിയാന്മാർ. ഗദ്ദിക എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ആദിവാസികളാണ് അടിയാന്മാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആദിവാസി വിഭാഗമാണ് മലയരയന്മാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആദിവാസി വിഭാഗമാണ് മലയരയന്മാർ. കേരളത്തിൽ ഏറ്റവും കുറവ് വിദ്യാഭ്യാസമുള്ള ആദിവാസി വിഭാഗമാണ് ചോല നായ്ക്കർ. കേരളത്തിൽ ഏറ്റവും കുറവ് വിദ്യാഭ്യാസമുള്ള ആദിവാസി വിഭാഗമാണ് ചോല നായ്ക്കർ. വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ ഒരു കലാരൂപമാണ് ഗദ്ദിക. വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ ഒരു കലാരൂപമാണ് ഗദ്ദിക. ഗദ്ദികയെ ജനകീയമാക്കിയത് പി.കെ. കാളനാണ്. ഗദ്ദികയെ ജനകീയമാക്കിയത് പി.കെ. കാളനാണ്. അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗമാണ് ഇരുളർ. അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗമാണ് ഇരുളർ. നെൽകൃഷി പ്രധാന ഉപജീവന മാർഗമാക്കിയ ആദിവാസി വിഭാഗമാണ് കുറിച്യർ. നെൽകൃഷി പ്രധാന ഉപജീവന മാർഗമാക്കിയ ആദിവാസി വിഭാഗമാണ് കുറിച്യർ. ഗദ്ദിക എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ആദിവാസികളാണ് അടിയാന്മാർ. മഹാത്മാഗാന്ധി കേരളത്തിലെ ആദിവാസികളെക്കുറിച്ച് ഒരു ലേഖനം യങ് ഇന്ത്യയിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഏത് ആദിവാസി വർഗത്തെ കുറിച്ചാണ്? നായാടികൾ. മഹാത്മാഗാന്ധി കേരളത്തിലെ ആദിവാസികളെക്കുറിച്ചൊരു ലേഖനം യങ് ഇന്ത്യയിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഏത് ആദിവാസി വർഗത്തെക്കുറിച്ചാണ്? നായാടികൾ. കേരളത്തിലെ ആദിവാസികളെക്കുറിച്ച് കെ. പാനൂർ രചിച്ച കൃതിയാണ് കേരളത്തിലെ ആഫ്രിക്ക. കേരളത്തിലെ ആദിവാസികളെക്കുറിച്ച് കെ. പാനൂർ രചിച്ച കൃതിയാണ് കേരളത്തിലെ ആഫ്രിക്ക. കേരളത്തിൽ രാജാവ് തലവനായുള്ള ഒരേയൊരു ആദിവാസി വിഭാഗമാണ് മന്നാൻ. കേരളത്തിൽ രാജാവ് തലവനായുള്ള ഒരേയൊരു ആദിവാസി വിഭാഗമാണ് മന്നാൻ. പെൺ ശിശുഹത്യ പിന്തുടരുന്ന ഒരു ആദിവാസി സമൂഹമാണ് കള്ളാർ.
പെൺ ശിശുഹത്യ പിന്തുടർന്ന ഒരു ആദിവാസി സമൂഹമാണ് കള്ളാർ. കേരളത്തിൽ ഗോത്ര സർവകലാശാല സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് വയനാട് ജില്ലയിലാണ്. കേരളത്തിൽ ഗോത്ര സർവകലാശാല സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് വയനാട് ജില്ലയിലാണ്. അഹാഡ്സ് എന്ന് പറഞ്ഞാൽ അട്ടപ്പാടി ഹിൽസ് ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം. അഹാഡ്സ് അട്ടപ്പാടി ഹിൽസ് ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം. അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ക്ഷേമത്തിനായി 1996 കേരള ഗവൺമെൻറ് രൂപീകരിച്ച സംഘടനയാണ് അഹാഡ്സ്. അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ക്ഷേമത്തിനായി 1996 കേരള ഗവൺമെൻറ് രൂപീകരിച്ച സംഘടനയാണ് അഹാഡ്സ്. ജപ്പാൻ്റെ ധനസഹായത്തോടെയാണ് അഹാഡ്സ് നിലവിൽ വന്നത്. ആദിവാസി ഊരുകളിൽ നിന്നും സ്കൂളുകളിലേക്ക് കുട്ടികളെ എത്തിക്കാൻ വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഗോത്രസാരഥി. ആദിവാസി ഊരുകളിൽ നിന്നും സ്കൂളുകളിലേക്ക് കുട്ടികളെ എത്തിക്കാൻ വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഗോത്രസാരഥി. കേരള എംപ്ലോയ്മെൻറ്റ് വകുപ്പും പട്ടികവർഗ വകുപ്പും സംയുക്തമായി ആദിവാസി മേഖലയിലെ യുവതി യുവാക്കൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആദിസർഗ. കേരള എംപ്ലോയ്മെൻറ്റ് വകുപ്പും പട്ടികവർഗ വകുപ്പും സംയുക്തമായ ആദിവാസി മേഖലയിലെ യുവതി യുവാക്കൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആദിസർഗ. അനാഥരായ ആദിവാസി കുട്ടികളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് കൈത്താങ്ങ്. അനാഥരായ ആദിവാസി കുട്ടികളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് കൈത്താങ്ങ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി, ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി, ഇടുക്കി. കേരള ജനസംഖ്യയിൽ 1.28% ആദിവാസികളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ളത് വയനാട് ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള രണ്ടാമത്തെ ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് ആദിവാസികൾ കാണപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് പണിയർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആദിവാസി വിഭാഗവും പണിയറാണ്. കേരളത്തിൽ പണിയർ കൂടുതലുള്ളത് വയനാട് ജില്ലയിലാണ്. പണിയരുടെ കുടിലിനെ കുടുംബ് എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും കുറവുള്ള ആദിവാസി വിഭാഗമാണ് മഹാമലസർ. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വിഭാഗം ചോലനായ്ക്കർ. നിലമ്പൂർ കാടുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് ചോലനായ്ക്കർ. കാടന്മാർ എന്ന ആദിവാസി വിഭാഗം കാണപ്പെടുന്നത് പറമ്പിക്കുളം ഷോളയാർ പ്രദേശത്താണ്. ഗദ്ദിക എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ആദിവാസികളാണ് അടിയാന്മാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആദിവാസി വിഭാഗമാണ് മലയരയന്മാർ. കേരളത്തിലെ ഏറ്റവും കുറവ് വിദ്യാഭ്യാസമുള്ള ആദിവാസി വിഭാഗമാണ് ചോലനായ്ക്കർ. ഗുഹകളിൽ താമസിക്കുന്നത് ചോലനായ്ക്കർ. നിലമ്പൂർ കാടുകളിലാണ് കൂടുതൽ കാണപ്പെടുന്ന ഈ വിഭാഗം. ഏറ്റവും വിദ്യാഭ്യാസം കുറവുള്ള ആദിവാസി വിഭാഗവും ചോലനായ്ക്കർ. വയനാട്ടിലെ ആദിവാസികൾക്കിടയിലെ ഒരു കലാരൂപമാണ് ഗദ്ദിക. ഗദ്ദികയെ ജനകീയമാക്കിയത് PK കാളനാണ്. അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗമാണ് ഇരുളർ. നെൽകൃഷി പ്രധാന ഉപജീവന മാർഗമാക്കിയ ആദിവാസി വിഭാഗമാണ് കുറിച്യർ. ഗദ്ദിക എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ആദിവാസികളാണ് അടിയാന്മാർ. മഹാത്മാഗാന്ധി കേരളത്തിലെ ആദിവാസികളെക്കുറിച്ച് ഒരു ലേഖനം യങ് ഇന്ത്യയിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഏത് ആദിവാസി വർഗത്തെക്കുറിച്ചാണ്? നായാടികൾ. കേരളത്തിലെ ആദിവാസികളെക്കുറിച്ച് K. പാനൂർ രചിച്ച കൃതിയാണ് കേരളത്തിലെ ആഫ്രിക്ക.
കേരളത്തിലെ രാജാവ് തലവനായുള്ള ഒരു ആദിവാസി വിഭാഗമാണ് മന്നാൻ. പെൺ ശിശുഹത്യ പിന്തുടരുന്ന ഒരു ആദിവാസി സമൂഹമാണ് കള്ളാർ. കേരളത്തിൽ ഗോത്ര സർവകലാശാല സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് വയനാട് ജില്ലയിലാണ്. അഹാഡ്സ്, അട്ടപ്പാടി ഹിൽസ് ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം. അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ക്ഷേമത്തിനായി 1996 കേരള ഗവൺമെൻറ് രൂപീകരിച്ച സംഘടനയാണ് അഹാഡ്സ്. ജപ്പാൻ്റെ ധനസഹായത്തോടെയാണ് അഹാഡ്സ് നിലവിൽ വന്നത്. ആദിവാസി ഊരുകളിൽ നിന്നും സ്കൂളുകളിലേക്ക് കുട്ടികളെ എത്തിക്കാൻ വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഗോത്രസാരഥി. കേരള എംപ്ലോയ്മെൻറ്റ് വകുപ്പും പട്ടികവർഗ വകുപ്പും സംയുക്തമായ ആദിവാസി മേഖലയിലെ യുവതീ-യുവാക്കൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആദിസർഗ. അനാഥരായ ആദിവാസി കുട്ടികളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് കൈത്താങ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ടോപ്പിക്ക്. ഇത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.